ഇപ്പോഴത്തെ മക്കളെല്ലാം സ്കൂൾ വിട്ട് വന്നാൽ ആദ്യം ഓടിക്കയറുന്നത് അടുക്കളയിലോട്ടാണ്. യൂട്യൂബിൽ ഓരോന്ന് കണ്ടത് ഓർത്ത് വെച്ച് അത് വീട്ടിൽ സ്വന്തമായി പരീക്ഷിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ടീംസാണ്. ഇവിടെയുണ്ട് അങ്ങനെ ഒരാൾ. ഓന് ഉണ്ടാക്കുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഉണ്ടാക്കണതിൻ്റെ ഒരു ഓരി നമുക്കും കിട്ടുമല്ലോ. അങ്ങനെ അതിന് തയ്യാറെടുക്കുകയാണ്. ന്യൂഡിൽസ് വെച്ചുള്ള ഒരു ഐറ്റമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ ന്യൂഡിൽസ് കൊടുന്ന് വെച്ചിരുന്നു. അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ പൊട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ച് അതിൽ മിക്സ് ചെയ്ത് ന്യൂഡിൽസ് ഇട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ അത് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം കണ്ടിട്ട് ആൾ. ന്യൂഡിൽസാണ് ഇവരുടെ മെയിൻ. പിന്നെ അടുത്ത സ്റ്റൗവിൽ വേറൊരു പാനും വെച്ചിട്ടുണ്ട്. അതിൽ മുട്ട എന്തൊക്കെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പും കുരുമുളകും പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നു ഓന്. അപ്പോൾ അത് എണ്ണയൊക്കെ പുരട്ടിയിട്ട് ദോശ പോലെ ചുട്ടെടുക്കുക എന്നാണ് ഓൻ പറഞ്ഞത്. പക്ഷെ ദോശയുടെ ഷേപ്പൊക്കെ ഒന്നും എത്തിയില്ല. പാനിൻ്റെ ഷേപ്പ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ദോശയുടെ ആ ഒരു ഷേപ്പിലേക്ക് എത്തണില്ല എങ്ങനെ ഒഴിച്ചിട്ടും. അങ്ങനെ അത് ന്യൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ദോശ ഇങ്ങനെ ആയിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഓന്. അപ്പോൾ അതിന് പ്ലേറ്റും പിടിച്ച് നിൽക്കുന്നത് ഞാനാണ്. രണ്ട് കാര്യം ഓൻ തന്നെയാണ് കേട്ടോ ഡീൽ ചെയ്യണത്. അങ്ങനെ രണ്ട് സൈഡിലും ഓന് ന്യൂഡിൽസ് ഇടയ്ക്ക് ഇളക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലത്തെ ദോശ ടൈപ്പിൽ അത് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിടയ്ക്ക് ഇളക്കാനൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഏകദേശം ന്യൂഡിൽസിൻ്റെ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം വറ്റണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഫ് ചെയ്യായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു നനവുണ്ടായിക്കോട്ടെ പറഞ്ഞിട്ട് ചൂടാറുമ്പോൾ പിന്നെ നല്ലോണം ഡ്രൈ ആവില്ലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ ചെയ്ത്. പിന്നെ അത് ചൂടാറാൻ വേണ്ടി വെച്ചു. അപ്പോൾ അത് ചൂടാറി കിട്ടിക്കോട്ടെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ദോശ ഒന്നെങ്കിലും ഏകദേശം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചുട്ടെടുത്ത ശേഷം ഓനിക്കാണെന്നും പറഞ്ഞിട്ട് ഒരു സിംഗിൾ ബുൾസൈ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഓനിക്കാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തിനാണ് ഇതൊക്കെ പാടാന്ന് ആലോചിക്കുന്നുണ്ടാവും. പിന്നെ ഓൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനും അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. ഓൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ എന്തൊക്കെ ഒരു വെറൈറ്റി ഐറ്റം ആണെന്നൊക്കെ നമുക്ക് തോന്നും. എന്തായാലും നമുക്ക് കാണാം. ഇങ്ങനെ ന്യൂഡിൽസൊക്കെ ഓനെടുത്ത് പരത്തണമൊക്കെ ഉണ്ട്. എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. പിന്നെ ഓൻ്റെ ബുൾസൈ അടിച്ചത് അതിൻ്റെ മേലെ വെച്ചുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാനിട്ടേ. അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ പ്ലേറ്റ് എടുത്തിട്ട് ഞാനും അതിന് തയ്യാറായിട്ടോ. ഞാനും എൻ്റെ മനസ്സ് തോന്നിയ ടൈപ്പിൽ ഞാനും ന്യൂഡിൽസൊക്കെ എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല, ടേസ്റ്റൊക്കെ ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് അതുകൊണ്ട് ജസ്റ്റ് വെറുതെ ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ.